നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയും ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. UDF-ൽ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നതാണ് സംശയമെന്ന് K സുരേന്ദ്രൻ. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കത്തിലാണെന്നും സുരേന്ദ്രൻ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഇഫ്താർ സംഗമവും പുരസ്കാര വിതരണവും സമാദരം 2026 ശ്രദ്ധേയമായി. H ദിനേശൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിവിലയ്ക്ക് കടിഞ്ഞാണിടാൻ കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഇനി കാസർഗോട്ടും. ജില്ലയിലെ ആദ്യ ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂക്ഷമായ പൊടിപടലങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹം. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ ഹിദായത്ത് നഗറിൽ ജനകീയ സമരസംഗമം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ മണ്ഡലം കൺവെൻഷനും കർഷക സംഗമവും നടന്നു. കിസാൻ സഭ സംസ്ഥാന ട്രഷറർ CP ഷൈജൻ ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമം. ചീമേനിയിൽ അഗ്നിരക്ഷാ നിലയം പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയും ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കാഞ്ഞങ്ങാട് CPI സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന്റെ പ്രചരണത്തിനും തുടക്കമായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഇടതുമുന്നണി. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് KR ജയാനന്ദയും ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയുമാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത്. തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ CPM-ന്റെ ഈ 3 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. വീടുകളിൽ ഉൾപ്പെടെ എത്തി സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥന നടത്തി. BJP നേതാവ് K സുരേന്ദ്രൻ മത്സരിക്കുവാനെത്തിയതോടെ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മഞ്ചേശ്വരം മാറിയിരുന്നു. ഇത്തവണ മഞ്ചേശ്വരത്ത് ഷാനവാസ് പാദൂരിൻ്റെ പേര് നേരത്തെ പരിഗണിച്ചിരുന്നു. ഒടുവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KR ജയാനന്ദയെ മത്സരിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഷാനവാസിനെ മത്സരിപ്പിച്ചാൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുവാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ കൂടി കണക്കിലെടുത്താണ് ജയാനന്ദയെ തീരുമാനിച്ചത്. ഉദുമയിൽ CH കുഞ്ഞമ്പുവിന് ഇത് 2ാം ഊഴമാണ്. 2006-ൽ മഞ്ചേശ്വരത്തും 2021-ൽ ഉദുമയിലും നേടിയ ഉജ്ജ്വല വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് CH കുഞ്ഞമ്പു ജനവിധി തേടുന്നത്. ഉദുമ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. തൃക്കരിപ്പൂരിലെ MLA-ആയ M രാജഗോപാലാണ് CPM ജില്ലാ സെക്രട്ടറി. അതിനാലാണ് പകരം VPP മുസ്തഫയെ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ജില്ലാ നേതൃത്വത്തിൻ്റെ ശുപാർശയ്ക്ക് സംസ്ഥാന നേതൃത്വം അന്തിമ അംഗീകാരം നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതോടെ VPP മുസ്തഫ മണ്ഡലത്തിൽ പ്രചരണവുമായി സജീവമായി. ജില്ലയിലെ CPI സീറ്റായ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് ജനവിധി തേടുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മണ്ഡലത്തിൽ സജീവമാണ്. ഇനി ഇടതുമുന്നണിക്ക് INL-ന്റെ സീറ്റായ കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയാകുവാനുള്ളത്. വിജയമാണ് ലക്ഷ്യമെന്നും അതിനാൽ തന്നെ പൊതു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സൂചനകൾ INL ജില്ലാ നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെയായാൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായി വരുവാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഷാനവാസ് പാദൂർ പ്രതികരണം നടത്തിയിട്ടില്ലാത്തതിനാൽ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായി വന്നാലും അതിശയപ്പെടാനില്ല. കുറച്ച് ദിവസങ്ങൾ മാത്രമേ തിരഞ്ഞെടുപ്പിനുള്ളൂ എന്നത് മുന്നണികളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടുന്നതാണ്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുവാനായിരിക്കും സ്ഥാനാർത്ഥികൾ ശ്രമിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF-ൽ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നതാണ് സംശയമെന്ന് K സുരേന്ദ്രൻ. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കത്തിലാണെന്നും MP-മാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പലരും മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും K സുരേന്ദ്രൻ. UDF-ന്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ സംശയത്തിലുള്ളത്. കാരണം കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയവും UDF-നകത്തെ സ്ഥാനാർത്ഥി നിർണയവും വലിയ തർക്കത്തിലായിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പലരും, പ്രത്യേകിച്ച് MP-മാരായിട്ടുള്ള പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല.
23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അന്ന് വരെ പ്രശ്നം നീണ്ടുപോകുന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ജി സുധാകരനെ സ്വീകരിക്കാൻ കോൺഗ്രസ് കാണിച്ച താല്പര്യം കോൺഗ്രസിൻ്റെ പ്രബലരായിട്ടുള്ള മറ്റു പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ആരെ പിന്തുണച്ചാലും ആരുടെ സഹായം തേടിയാലും ഞങ്ങൾക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ ഭരണം പിടിക്കും, 100 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കോൺഗ്രസിനും UDFനും വലിയ ആശയക്കുഴപ്പമാണ് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. മഞ്ചേശ്വരത്ത് ഇരുമുന്നണികളും വർഗീയ ശക്തികളുമായി പരസ്യബന്ധത്തിലാണെന്ന് കെ സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ടിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഇഫ്താർ വേദികളിൽ ഇരുകൂട്ടർക്കും യാതൊരു മടിയുമില്ലെന്നും കെ സുരേന്ദ്രൻ. കോൺഗ്രസിൻ്റെ പല നേതാക്കളും CPMന്റെ പല നേതാക്കളും SDPI ഇപ്പോൾ ഇഫ്താർ വിരുന്നിൻ്റെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ഉള്ള വേദികളിൽ അവർ പരസ്യമായി പങ്കെടുക്കുകയാണ്. അവർക്ക് അതിന് യാതൊരു മടിയുമില്ല. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുതന്നെയാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും. തെരഞ്ഞെടുപ്പ് വരും പോവും, പക്ഷേ നാടിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശക്തികളുമായി ചേർന്ന് അവർ പരസ്യമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഇഫ്താർ സംഗമവും പുരസ്കാര വിതരണവും സമാദരം 2026 ശ്രദ്ധേയമായി. കുടുംബശ്രീ സംസ്ഥാന മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഇഫ്താർ സംഗമവും പുരസ്കാര വിതരണവും സമാദരം 2026 ശ്രദ്ധേയമായി. ചെർക്കള IMAX ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തു. വൈകിട്ട് 3 മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി 7 മണിയോടെയാണ് സമാപിച്ചത്. കുടുംബശ്രീ സംസ്ഥാന മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കേവലം ഒരു ഇഫ്താർ സംഗമം എന്നതിലുപരി ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങളുടെയും കായിക പ്രതിഭകളുടെയും മികവിനെ ആദരിക്കുന്ന വേദിയായി സമാദരം മാറി. ബാക്ക് ടു ഫാമിലി ക്യാമ്പയിന്റെ ഭാഗമായി ടാലന്റ് കോഡ് ബുക്ക് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ പ്രതിഭകളെയും ജില്ലയുടെ അഭിമാനമായി മാറിയ പ്രഥമ ട്രൈബൽ സോക്കർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗവുമായ C ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സമൂഹ നോമ്പുതുറയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി, മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത, ചെങ്കള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. ജില്ലയിലെ വിവിധ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുൻ CDS ചെയർപേഴ്സൺമാർ, നിലവിലെ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് സംഗമം ധന്യമായി. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ D ഹരിദാസ്, കിഷോർ കുമാർ KM, സ്റ്റാഫ് സെക്രട്ടറി സച്ചിൻ രാജ്, DPM S മനു, CDS ചെയർപേഴ്സൺ സക്കീന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സംഗമവേദിയായി മാറി. മാധ്യമപ്രവർത്തകരും വിവിധ മേഖലകളിലെ പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സംഗമവേദിയായി മാറിയ ഇഫ്താർ വിരുന്നിൽ മാധ്യമപ്രവർത്തകരും വിവിധ മേഖലകളിലെ പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ ഹനീഫ് KM മുഖ്യാതിഥിയായിരുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ, വൈസ് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ഉദുമ, ജോയിന്റ് സെക്രട്ടറി പുരുഷോത്തം പെർല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കിച്ചൺ ബജറ്റ് താളം തെറ്റിക്കുന്ന കോഴിവിലയ്ക്ക് കടിഞ്ഞാണിടാൻ കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഇനി കാസർഗോട്ടും. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് കീഴിൽ ഇട്ടമ്മൽ ജംഗ്ഷനിൽ ആരംഭിച്ച ജില്ലയിലെ ആദ്യ ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കിച്ചൺ ബജറ്റ് താളം തെറ്റിക്കുന്ന കോഴിവിലയ്ക്ക് കടിഞ്ഞാണിടാൻ കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഇനി കാസർഗോട്ടും. സംശുദ്ധമായ കോഴിയിറച്ചി കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് കീഴിൽ ഇട്ടമ്മൽ ജംഗ്ഷനിൽ ആരംഭിച്ച ജില്ലയിലെ ആദ്യ ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അപകടവുമില്ലാതെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ യഥാർത്ഥ മാംസം ലഭിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുക എന്നതാണ് വലിയ കാര്യമായിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീയുടെ ഈ പുതിയ ഔട്ട്ലെറ്റ് വന്നതോടെ, കേരള ചിക്കൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ഇവിടെ വന്നതോടെ നമ്മുടെ ഈ പഞ്ചായത്തിന് മാത്രമല്ല കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഇട്ടമ്മൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തൊട്ടുരുമ്മി നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ മുനിസിപ്പാലിറ്റി എന്നോ അല്ലെങ്കിൽ പഞ്ചായത്തെന്നോ പൊതുവിപണിയിലെ കൊള്ളവിലയിൽ നിന്ന് സാധാരണക്കാർക്ക് ആശ്വാസമേകാനാണ് കേരള ചിക്കൻ ലക്ഷ്യമിടുന്നത്. നിലവിൽ വിപണിയിലുള്ള ചിക്കൻ വിലയേക്കാൾ കിലോയ്ക്ക് 10 രൂപ കുറച്ചാണ് കുടുംബശ്രീ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന നടത്തുക. നമ്മുടെ നാട്ടിലെ ഫാമുകളിൽ ശാസ്ത്രീയമായി വളർത്തുന്ന ഗുണമേന്മയുള്ള കോഴികളെയാണ് ഇവിടെ ഇറച്ചിയായി നൽകുന്നതെന്ന് MLA പറഞ്ഞു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. അതിൻ്റെ ചിപ്സ് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഫീഡ് കോഴിത്തീറ്റയും നമ്മൾ കൊടുക്കുന്നുണ്ട്, മരുന്നും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ഹോർമോണും ഇല്ല. ഏറ്റവും നല്ല ചിക്കനായിട്ട് നമുക്ക് വളരെ ഫാമിൽ വിസിറ്റ് ചെയ്യുക, കാണാം. ആ ചിക്കനാണ് ഇന്നിവിടെ വിൽക്കുകയും ചെയ്യുന്നത്. മാർക്കറ്റിലെ വില പിടിച്ചു നിൽക്കാൻ വേണ്ടി മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞിട്ടാണ് എല്ലാ ഔട്ട്ലെറ്റിലും വിതരണം ചെയ്തു വരുന്നത്. എന്നിട്ട് പോലും നമുക്ക് ചെറിയ ലാഭത്തിലാണ് കമ്പനി ഓടുന്നത്, കേരള ചിക്കൻ്റെ കമ്പനി. ഇപ്പം ഏറ്റവും നല്ല ചിക്കൻ കാസർഗോഡ് ജില്ലയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളൊക്കെ അധികം ചിക്കൻ കഴിക്കുന്നവരാണ്, പ്രത്യേകിച്ച് കാസർഗോഡ് പ്രദേശത്തുള്ളവരും കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ളവരൊക്കെ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ രതീഷ് കുമാർ പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ C കുഞ്ഞാമിന, D സുമിത, K അപർണ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, ജില്ലാ പ്രോഗ്രാം മാനേജർ VS സഫ മുർഷിദ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ K അശ്വിനി സ്വാഗതവും സംരംഭക L അഷീഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ ഉളിയത്തെടുക്ക ഹിദായത്ത് നഗറിൽ ജനകീയ സമരസംഗമം സംഘടിപ്പിച്ചു. മാസങ്ങളായി തുടരുന്ന അതിരൂക്ഷമായ പൊടിപടലങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമായിട്ടും നടപടി സ്വീകരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാറുകാരന്റെയും ധിക്കാരപരമായ നിലപാടിനെതിരെയാണ് നാടൊരുമിച്ച് പ്രതിഷേധിച്ചത്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ ഹിദായത്ത് നഗറിൽ ജനകീയ സമരസംഗമം സംഘടിപ്പിച്ചു. മാസങ്ങളായി തുടരുന്ന അതിരൂക്ഷമായ പൊടിപടലങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമായിട്ടും നടപടി സ്വീകരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാറുകാരന്റെയും ധിക്കാരപരമായ നിലപാടിനെതിരെയാണ് നാടൊന്നിച്ചത്. പല വീടുകളിലും കുട്ടികളും വയോധികരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രികളിലാണ്. കൊറോണ കാലത്തേക്കാൾ ഭീകരമായ അവസ്ഥയാണ് നിലവിൽ പ്രദേശത്തുള്ളതെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ PWD ഓഫീസ് മാർച്ചടക്കമുള്ള അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംഗമം മുന്നറിയിപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അദ്മിനാസ് ഹബീബ് സമരം ഉദ്ഘാടനം ചെയ്തു.
സിമൻറ്റ് പോലെയുള്ള അതുപോലെ പാറപ്പൊടികളൊക്കെയുള്ള പൊടികൾ ഇവിടുത്തെ പരിസര പ്രദേശത്തുള്ള വീടുകളിലേക്ക് അടിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ആവുന്ന രീതിയിലാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സമരസംഘവുമായി ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നത്. സമിതി കോർഡിനേറ്റർ ഹബീബ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി ഹിദായത്ത് നഗർ സ്വാഗതം പറഞ്ഞു. സയ്യിദ് പൂക്കോയത്തങ്ങൾ മുട്ടത്തൊടി, മധൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഖൈറുനിസ മുഹമ്മദ് ബേർക്ക, അബ്ദുസമദ് SP നഗർ, PA ജലീൽ, മുഹമ്മദ് ബേർക്ക, LH ലത്തീഫ്, MA ഖലീൽ, അർഷാദ് SP നഗർ, ഇബ്രാഹിം കരിമ്പള, മുഹമ്മദ് പുളിക്കൂർ, AM മഹമ്മൂദ് അടുക്കത്തിൽ, അബ്ബാസ് കൊടിയൽ, ഹാരിസ് SP നഗർ, അഷ്റഫ് പാറ, നവാസ്, മജീദ് BH, ഗഫൂർ കടേക്കാൽ, അച്ചു SP നഗർ, റഹീം NA, മുഹമ്മദ് അലി, കലന്തർ, ഷൗക്കത്തലി തിർക്കണ്ടം, ഇബ്രാഹിം, കബീർ കടേക്കാൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ലോകത്തെ തന്നെ ഏറ്റവും പിടിച്ചുകുലുക്കിയ കൊറോണ വന്നതിന് ശേഷം SP നഗർ, ഹിദായത്ത് നഗർ, കോപ്പ പ്രദേശത്തുള്ള ജനങ്ങൾ മാസ്ക് ധരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ പ്രതീക്ഷയോടെ ശ്രീ NA നെല്ലിക്കുന്ന് MLA യുടെ ശക്തമായ ഇടപെടലിലൂടെ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് മെക്കഡാം ചെയ്യുകയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ജോലി തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും കോൺട്രാക്ടറുടെ താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് ഇങ്ങനെ മതി എന്ന ഒരു മനസ്സിലാക്കിയതിൻ്റെയോ അടിസ്ഥാനത്തിൽ ജോലികളിൽ വളരെയധികം മെല്ലെ പോക്ക് നയം കൊണ്ട് ഇവിടുത്തെ മനുഷ്യർ പൊടിപടലങ്ങൾ കഴിക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ റംസാൻ മാസമാണിത്. ഈ മാസത്തിൽ ഇവിടുത്തെ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരൊക്കെ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. പെട്രിമിക്സും അതുപോലെ GSB ഒക്കെ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സിമൻറ്റ് മിശ്രിതം അടക്കം വായുവിലെ കൂടി കലർന്ന് ഇവിടുത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനൊരു സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഈ സമരത്തിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുമുണ്ട്. ഇത്തരം ഒരു ദുരന്തത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടി ബഹുമാനനായ MLA കാണുകയും മറ്റു ഉദ്യോഗസ്ഥന്മാരെ കാണുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർക്ക് കൃത്യമായി വെള്ളം തളിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടും ഒരു വകയും വെക്കാതെ ആ മനുഷ്യർ ദുരിതം അനുഭവിച്ചാൽ പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് കോൺട്രാക്ടർ പോയതുകൊണ്ട് ഒരു ശക്തമായ സമരവുമായാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ കോൺട്രാക്ട് എടുത്ത MA ഇക്ബാൽ എന്ന വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ മനുഷ്യരുടെ ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ രൂപീകരിച്ചു വരുന്നത്. മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ മനുഷ്യരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന മാനുഷിക പരിഗണന കൊടുത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി തുണ്ടുവൽക്കരിച്ച കേരളത്തിലെ നെൽവയലുകൾ സംരക്ഷിക്കാൻ നിയമത്തിൽ കലോചിതമായ മാറ്റം വരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ കൃഷിഭൂമി 10 വർഷം കൊണ്ട് പൂർണ്ണമായി ഇല്ലാതാവുമെന്ന് കിസാൻ സഭ സംസ്ഥാന ട്രഷറർ CP ഷൈജൻ. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തെക്കേ മാണിയാട്ട് നടന്ന മണ്ഡലം കൺവെൻഷനും കർഷക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽവയൽ സംരക്ഷണ നിയമത്തെ മറികടന്ന് ഇന്ന് വ്യാപകമായി കൃഷിഭൂമി തരം മാറ്റി വീട് വയ്ക്കുകയാണ്. ഈ നില തുടർന്നാൽ സമീപ ഭാവിയിൽ കേരളത്തിൽ കൃഷിഭൂമി ഇല്ലാതാവും. രാജ്യത്ത് രാസവളം കിട്ടാത്ത അവസ്ഥയാണുള്ളത്. കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യൂറിയ കർഷകർക്ക് കിട്ടാനുള്ള സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും ഷൈജൻ ആവശ്യപ്പെട്ടു. അമേരിക്കക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യുദ്ധം അമേരിക്ക ആസൂത്രണം ചെയ്യുന്ന യുദ്ധം. ആ യുദ്ധം ഇസ്രായേലിന്റെ ആ യുദ്ധക്കൊടി, അമേരിക്കയുടെ യുദ്ധക്കൊടിക്ക് എല്ലാ പിന്തുണയുമാണ് നരേന്ദ്രമോദി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് നമുക്ക് 1917 മഹത്തായ സോവിയറ്റ് യൂണിയന്റെ വിപ്ലവത്തെക്കുറിച്ചും ലെനിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രസക്തിയും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ
ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി ഈ സന്ദർഭത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സന്ദർഭം, ഇങ്ങനെയൊരു യുദ്ധം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല. നമുക്കറിയാം, പണ്ട് 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു വരും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സഖാവ് സി രാജേഷ് റാവുവിൻ്റെ ഓഫീസിൽ, നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിൽ, ദേശീയ കൗൺസിൽ ഓഫീസിൽ വരികയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സി രാജേഷ് റാവുവിനെ കാണാൻ അജയ് ഭവനിൽ വരികയാണ്. ആ അജയ് ഭവനിൽ വരുന്ന സാഹചര്യം എന്താണ്? അമേരിക്കയുടെ കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരികയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ മഹത്തായ സോവിയറ്റ് യൂണിയന്റെ സഹായമാണ്. കൺവെൻഷനിൽ അഖിലേന്ത്യാ കിസാൻ സഭ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം പി കുഞ്ഞികൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി കെ മധുസൂദനൻ, ജോയിന്റ് സെക്രട്ടറി എം ഭാസ്കരൻ, CPI തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി CV വിജയരാജ്, ജില്ലാ കൗൺസിൽ അംഗം രവീന്ദ്രൻ മാണിയാട്ട്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം M ഗംഗാധരൻ, പിലിക്കോട് ലോക്കൽ സെക്രട്ടറി VM കുമാരൻ, തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി MP ബിജീഷ് എന്നിവർ സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട CPI കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബാബുവിനെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TK പ്രതീഷിനെയും കൺവെൻഷനിൽ കിസാൻ സഭ സംസ്ഥാന ട്രഷറർ CP ഷൈജൻ അനുമോദിച്ചു. കർഷക സംഗമത്തിൽ പങ്കെടുത്ത 100-ലധികം കർഷകർക്കുള്ള കമുകിൻ തൈയുടെ വിതരണം കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം പി കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മലയോര പഞ്ചായത്തുകൾക്കും നീലേശ്വരം മുനിസിപ്പാലിറ്റിക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ ചീമേനിയിൽ അഗ്നിരക്ഷാ നിലയം പ്രവർത്തനം ആരംഭിച്ചു. മലയോരത്തിന്റെ കവാടമായി അറിയപ്പെടുന്ന ചീമേനിയിൽ നിലയം വന്നതോടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. കയ്യൂർ ചീമേനിയിൽ പുതുതായി അനുവദിച്ച അഗ്നിരക്ഷാ നിലയത്തിന് സ്വന്തമായി കെട്ടിടം പൂർത്തിയാവും വരെ കയ്യൂർ ടൗണിലെ സർവീസ് ബാങ്കിന്റെ കെട്ടിടത്തിലാണ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചത്. കയ്യൂർ ചീമേനി, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, കിനാനൂർ, കരിന്തളം എന്നീ പഞ്ചായത്തുകൾ പൂർണ്ണമായും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും നീലേശ്വരം മുനിസിപ്പാലിറ്റികളിലെ ചില വാർഡുകളും ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേഷൻ പരിധി. കയ്യൂരിൽ നടന്ന ചടങ്ങിൽ M രാജഗോപാലൻ MLA അഗ്നിരക്ഷാ നിലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് സ്റ്റാഫിനൊരു ബിഗ് സർവീസ്. അധ്യാപക ഘട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ തന്നെ പരിശീലനം ഉണ്ടാവേണ്ടി വരും. അത് ഉദ്ഘാടന പരിപാടിയായാലും അതിന് എത്താനുള്ളൊരു സന്നദ്ധത എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായതിനെയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. വളരെ അധികം വിശദീകരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കേരള സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ നാടിന്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. അത്തരം സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സഹായകരമായിട്ടുള്ള രീതിയിലാണ് ഇത്തരം സേനാ വിഭാഗങ്ങളുടെ കൂടുതൽ യൂണിറ്റുകളും കൂടുതൽ സേവനവും കാലോചിതമായി അതിനാവശ്യമായിട്ടുള്ള സംരംഭങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി അധ്യക്ഷത വഹിച്ചു. സ്റ്റേഷൻ ഓഫീസർ P വിനീത്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ K വിനീഷ്, തൃക്കരിപ്പൂർ ഓഫീസർ KV പ്രഭാകരൻ, കാഞ്ഞങ്ങാട് സ്റ്റേഷൻ ഓഫീസർ ആദർശ് അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PB ഷീബ, പഞ്ചായത്ത് അംഗങ്ങളായ P രവീന്ദ്രൻ, M ഗീത, ഫയർ ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി PV പവിത്രൻ, സർവീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PV സുമേഷ്, ഡ്രൈവേഴ്സ് ആൻഡ് മെക്കാനിക് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി അംഗം KM ലതീഷ്, ഹോം ഗാർഡ്സ് അസോസിയേഷൻ ഭാരവാഹി K രമേശൻ, CPM ലോക്കൽ സെക്രട്ടറി K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചീമേനി നിലയത്തിന് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ 3 സ്ഥിരം ജീവനക്കാരും പ്രവർത്തന ക്രമീകരണം വഴിയും താൽക്കാലികക്കാരുമായി 21 പേരെയുമാണ് നിയമിച്ചിട്ടുള്ളത്. ഒരു വാട്ടർ ടെൻഡറും ഒരു മിനി വാട്ടർ മിസ്റ്റും ഉൾപ്പെടെ 2 വാഹനങ്ങളാണ് ചീമേനി നിലയത്തിന് അനുവദിച്ചിട്ടുള്ളത്. ചീമേനി ടൗണിൽ നിന്നും പോതാവൂർ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് 3 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് സംസ്ഥാന സർക്കാരിന്റെ 3 കോടി രൂപയും 15ാം ധനകാര്യ കമ്മീഷനിൽ കേന്ദ്ര സർക്കാരിന്റെ 2.3 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. 046722 231101 ചീമേനി സ്റ്റേഷനിലെ ഫോൺ നമ്പർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
വ്യാപാരി വ്യവസായ സമിതി മൊഗ്രാൽ പുത്തൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളൊന്ന് എന്ന പേരിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മതസൗഹാർദ്ദവും ഒത്തൊരുമയും വിളിച്ചോതുന്ന ചടങ്ങിൽ വിവിധ മേഖലയിലുള്ള നിരവധി പേർ പങ്കെടുത്തു. മൊഗ്രാൽ പുത്തൂർ അഡ്രസ് വില്ലയിൽ വെച്ച് നടന്ന പരിപാടി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. വിജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. നോമ്പുതുറയോടനുബന്ധിച്ച് പ്രത്യേക ബോധവൽക്കരണ പ്രഭാഷണങ്ങളും നടന്നു. നിയമപാലനം എന്ന വിഷയത്തിൽ സബ് ഇൻസ്പെക്ടർ PK രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ എങ്ങനെ ഒരു മെച്ചപ്പെട്ട സമൂഹത്തെ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ പ്രഭാഷകൻ നിർമ്മൽ കുമാർ കാടകം സംസാരിച്ചു. സന്മാർഗികമായ ജീവിത രീതികളെക്കുറിച്ചും തെറ്റായ പ്രവണതകളെ ഒഴിവാക്കേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറഞ്ഞു. ജില്ലാ ട്രഷറർ VV ഉദയകുമാർ, ഏരിയ സെക്രട്ടറി പ്രകാശൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിയാസ് ചൌക്കി, അസീസ് കടപ്പുറം, K കുഞ്ഞിരാമൻ, സമീർ ആസാദ് നഗർ, ഹനീഫ് കടപ്പുറം, സഫീർ ഗുൽസാർ, MA നജീബ്, ലേബർ ഓഫീസർ അബ്ദുൽ സലാം, ഹക്കീം കമ്പാർ തുടങ്ങിയവർ സംബന്ധിച്ചു. KK നസീർ സ്വാഗതവും അബ്ദുള്ള നന്ദിയും പറഞ്ഞു. പ്രദേശത്തെ വ്യാപാരികളും പൊതുജനങ്ങളും ഒത്തുചേർന്ന നോമ്പുതുറ പരിപാടി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 42ാം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ പതാക ഉയർത്തി. ജനപക്ഷ ബദൽ നയങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 42ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ പതാക ഉയർത്തി. തുടർന്ന് 2025 ജില്ലാ കൗൺസിൽ യോഗം ചേർന്നു. ജില്ലാ സെക്രട്ടറി KV രാഘവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചകളിൽ ദിനേശ് P, പ്രസന്ന KM, ഹംസ M, മിനി P, അനു PP, ഹരിത KV, സുനിൽകുമാർ V, അനുസൂര്യ M എന്നിവർ പങ്കെടുത്തു. ചർച്ചകൾക്ക് ജില്ലാ സെക്രട്ടറി KV രാഘവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CG സോമരാജൻ എന്നിവർ മറുപടി പറഞ്ഞു. പ്രതിനിധി സമ്മേളനം തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൊച്ചു രാഷ്ട്രമാണെങ്കിലും ലോകരാജ്യങ്ങളിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികവ് പ്രകടിപ്പിക്കുന്ന രാഷ്ട്രമായിട്ട് ക്യൂബ മാറി. അമേരിക്കയിൽ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഡോക്ടർമാരെ അയച്ചു കൊടുക്കുന്ന രാജ്യമായിട്ട് കൊച്ചു ക്യൂബ മാറി. ആ ക്യൂബയോടെയാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക പറയുന്നത് സോഷ്യലിസ്റ്റ് ക്യൂബയെക്കുറിച്ച്. സ്പാനിഷ് മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ആപ്പിളാണ് നിങ്ങൾ, ഞങ്ങൾക്ക് ഏത് സമയം അത് പറിച്ചെറിഞ്ഞ് ദൂരെ കളയണമെന്ന് തോന്നിയാലും ഞങ്ങൾ അതിനെ പറിച്ച് നിങ്ങൾ ദൂരെ കളയുന്നതാണ് ആണ് പ്രഖ്യാപനം. പക്ഷെ ഇപ്പോഴും പറിച്ച് കളയാൻ കഴിഞ്ഞില്ല. അതാണ് ക്യൂബയുടെ ഒരു പ്രതിരോധ കരുത്ത്. ആ ക്യൂബയാണ്, സോഷ്യലിസ്റ്റ് ക്യൂബയാണ് പോരാടുന്ന ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടി, സ്വാതന്ത്ര്യത്തിനും വേണ്ടി, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു പ്രചോദന കേന്ദ്രം, പ്രേരക ശക്തി എന്ന് പറയുന്നത് ക്യൂബ പോലെയുള്ള കൊച്ചു സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളാണ്. അതുപോലെ വിയറ്റ്നാമിനെതിരായിട്ട് നിലപാടുകൾ, അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങൾ ഈ നിലപാടുകളെല്ലാം സ്വീകരിച്ചു പോകുമ്പോഴും സാർവദേശീയ രാഷ്ട്രങ്ങളിൽ വിശദാംശങ്ങൾ ചെയ്യാൻ പോകില്ല. വിവിധ രാജ്യങ്ങളിൽ ഒരു ഇടതുപക്ഷാഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരു ഭരണ നിർവഹണം ചില രാജ്യങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. FSETO ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ്, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി PV ശരത്, KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CG സോമരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ P ശ്രീദേവി, V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുമേഷ് CS അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മധു കരിമ്പിൽ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡോക്ടർ സുമേഷ് CS
പ്രസിഡന്റായും, PV ആർജിത, ഡോക്ടർ വിക്രം കൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, മധു കരിമ്പിലിനെ സെക്രട്ടറിയായും, K രാജഗോപാലൻ, M രാജീവൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, വൈശാഖ് ബാലിനെ ട്രഷററായും, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി PC ജയരാജൻ, ഷൈന A, മിനി P, നാഗേഷ K, ജയചന്ദ്രൻ A, വത്സൻ M എന്നിവരെ തെരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റി കൺവീനറായി A ഷൈനയെ തെരഞ്ഞെടുത്തു. സാംസ്കാരിക സമിതി ഭാരവാഹികളായി രമേശൻ കോളിക്കരയെ ചെയർമാനായും, സജിത് കുമാർ K വൈസ് ചെയർമാനായും, PC ജയരാജനെ കൺവീനറായും, അനിൽകുമാർ കമ്പലൂരിനെ ജോയിന്റ് കൺവീനറായും തെരഞ്ഞെടുത്തു. സ്പോർട്സ് കമ്മിറ്റി ഭാരവാഹികളായി സജിത് കുമാർ K ചെയർമാനായും, വൈശാഖ് ബാലിനെ കൺവീനറായും, ഹരിത KV ജോയിന്റ് കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കുള്ള മെനഞ്ചൈറ്റിസ് കുത്തിവയ്പ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂരിൽ നടന്നു. തങ്കയം മദ്രസയിൽ നടന്ന കുത്തിവയ്പ്പ് കേരള ഹജ്ജ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ അരിഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട്, കയ്യൂർ, ചീമേനി, ചെറുവത്തൂർ തുടങ്ങിയ പഞ്ചായത്ത് പരിധിയിലെ 200-ൽ പരം പേരാണ് മെനഞ്ചൈറ്റിസ് കുത്തിവയ്പ്പിന് തങ്കയത്തിലെത്തിയത്. കേരള ഹജ്ജ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ അരിഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 27,718 പേരാണ് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് മുഖാന്തരം അപേക്ഷിച്ചതെങ്കിൽ അതിൽ 13,158 പേർക്കാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നമുക്ക് ഇത്തവണ സെലക്ഷൻ ലഭിച്ചത്. അതിൽ തന്നെ നമുക്കേറെ സന്തോഷമുള്ളത് കേരളത്തിലെ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹാജിമാർ യാത്രതിരിക്കുന്നത്. അതിൽ കണ്ണൂരിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു ഹജ്ജ് ക്യാമ്പ് നമുക്ക് കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ഓരോ വർഷവും കണ്ണൂരിലെ ഹാജിമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആദ്യം 2,100-ഓളം ഹാജിമാരായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 3,000-ന് മുകളിലും ഇത്തവണ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 4,260 ഹാജിമാരാണ് കണ്ണൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്നും ഇത്തവണത്തെ ഹജ്ജിന് യാത്ര തിരിക്കാൻ പോകുന്നത്. KM മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസിനെ കേരള ഹജ്ജ് കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി ചടങ്ങിൽ ആദരിച്ചു. ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർമാരായ NP സൈനുദ്ദീൻ, KP മുസ്തഫ, തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജന, ഡോക്ടർ റൌഫ്, ഡോക്ടർ ബേസിൽ, തങ്കയം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അബ്ദുള്ള ഹാജി, സെക്രട്ടറി T അബ്ദുള്ള, T ഷൗക്കത്തലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം. വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. പാചകവാതകത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുക, വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെയും വംശഹത്യ നടത്തുക എന്നതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമ്മമാർ ഇപ്പോൾ കുട്ടികളോട് പറയുന്നത്, നമ്മുടെ നാട്ടിലെ കുട്ടികളോട് അമ്മമാർ പറയുന്നത് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നോക്കിക്കിടക്കണേന്നാ അല്ലേ, നോക്കിക്കിടക്കണേന്നാണ് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒക്കെ അമ്മമാർ പറയുന്നത്. എന്നാൽ അവിടങ്ങളിൽ ഇപ്പോൾ അമ്മമാർ പറയുന്ന മക്കളോട് മാനം നോക്കി നടക്കണം എന്നാണ് പറയുന്നത്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് ബോംബിടുന്നത്, രോഗികൾ കിടക്കുന്ന ആശുപത്രികളിലാണ് ബോംബിടുന്നത്, സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഉന്മൂലനം ചെയ്യുന്നത്. സ്ത്രീകളെ ആക്രമിക്കരുത് എന്ന എല്ലാ യുദ്ധമുറകളും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പാലിക്കാതെ എങ്ങനെ ആക്രമണം നടത്താൻ കഴിയും, എങ്ങനെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന സാമ്രാജ്യത്വത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് പഴയ കാലങ്ങളിൽ അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ചേരിചേര പ്രസ്ഥാനത്തിന്റെ നായകത്വം വഹിച്ച നാടാണ് ഇന്ത്യ. ജില്ലാ കമ്മിറ്റി മെമ്പർ M രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ VV ഉദയകുമാർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ T സത്യൻ, KV ദിനേശൻ, A ശബരീശൻ, സുരേഷ്, അനിത C, മുഹമ്മദ് മുറിയനാവി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ KV സുകുമാരൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി മെമ്പർ M ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നമ്മുടെ സംസ്കാരത്തെ തച്ചു തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തിയെയും എതിർത്ത് തോൽപ്പിച്ച് ഇപ്പോഴും പൂർണ്ണശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിൽ
ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സംസ്കാരത്തെ തച്ചുതകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തിയെയും എതിർത്ത് തോൽപ്പിച്ച് ഇപ്പോഴും പൂർണ്ണ ശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിൽ ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇത്തരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ തിരുനാവായയിൽ കണ്ടതെന്നും ഇത്തരം സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്ന ഹിന്ദു സമൂഹത്തെ അവഗണിക്കാനാണ് ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത് UP സർക്കാർ കോടികൾ സമ്പാദിച്ചപ്പോൾ ഇവിടെ കൊടിവെച്ച കാറിൽ മറ്റ് മതസ്ഥരുടെ പരിപാടികളിൽ സംബന്ധിക്കാൻ ഭരണ പ്രതിപക്ഷ നേതാക്കൾ മത്സരിക്കുകയാണെന്നും തിരുനാവായയിൽ കേവലം ഒരു നമസ്കാരം പറയാൻ പോലും ഇടത് വലത് നേതാക്കൾ എത്തിയില്ല, വാർഡ് മെമ്പർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും എന്നിട്ടും ഇത്തരക്കാരെ വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ കുടുംബസങ്കല്പവും പ്രകൃതി സംരക്ഷണവും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു. എന്തിനാണ് 5 നൂറ്റാണ്ടുകൾക്കും അപ്പുറം ശ്രീരാമ ജന്മഭൂമിയിലെ മഹാക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയത്? അതിന്റെ പുറകിലും ഈ സംസ്കാരത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷേ 5 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്നിന്റെ കാലത്ത്, നമ്മുടെ കൺമുൻപിൽ നമ്മുടെ പൂർവീകന്മാർ 75-ൽ പല യുദ്ധങ്ങൾ നടത്തി നിരവധി ആളുകൾ ജീവൻ കൊടുത്ത് വീരബലിദാനികളായി ആ മഹാക്ഷേത്രം പടുത്തുയർത്തി. ആ മഹാക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് പോലെയുള്ള ധർമ്മപതാക, ധർമ്മധ്വജം അവിടെ പാറിക്കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം പോയതിനെ നാം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഞാൻ കവിതയല്ല, ഹിന്ദു എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയി പോയ ഒരു സംഭവമല്ല എന്ന് നാം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്തിന് നളന്ദയെ തകർത്തു? എന്തിന് തക്ഷശിലയെ തകർത്തു? എന്തിന് കാശി ഇല്ലാതാക്കാൻ ശ്രമിച്ചു? എന്തിന് മധുര ഇല്ലാതാക്കാൻ ശ്രമിച്ചു? മാതാ അമൃതാനന്ദമയി മഠം മധൂർ ബ്രഹ്മചാരി ദേവ വേദാമൃത ചൈതന്യ, ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ബിനോരാജ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ T ചന്ദ്രൻ കക്കട്ടിൽ സ്വാഗതവും K ബിജു തുമ്പയിൽ നന്ദിയും പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ V അശ്വതി, M ചിയേതി അമ്മ, പൂജ, സജു ശങ്കർ, നന്ദിത നാരായണൻ, ദേവാനന്ദ്, S സുദേവ്, ജനനി കാഞ്ഞങ്ങാട്, സുനിൽ സുരേന്ദ്രൻ, P സുധ, ബാബു കോട്ടപ്പാറ എന്നിവരെയും മടിക്കൈ നാദക്കോട്ട് ഭഗവതി ക്ഷേത്രം കഴകം സ്ഥാനികരായ പുലിക്കോടൻ രാഘവൻ അന്തിതിരിയൻ, പെരിയടത്ത് നാരായണൻ, അടുക്കത്തിൽ സുകുമാരൻ, നിറ്റടുക്കം ശശി, ബാത്തൂർ കഴകം വിഷ്ണുമൂർത്തി വെളിച്ചപ്പാടൻ, AV ദാമോദരൻ അടുക്കത്തിൽ, ഇക്കാൻകോട്ട് പന്നിപ്പള്ളി പാർത്ഥസാരഥി ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ, സെക്രട്ടറി ബാബു മേലാളത്ത്, വിവിധ ക്ഷേത്രം ഭാരവാഹികളായ PR ശശിധരൻ മാസ്റ്റർ, M രാജൻ, T രമേശൻ, MV ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ സുജേഷ് പണിക്കർ എന്നിവരെയും ആദരിച്ചു. പുരന്ദരദാസ ഭജന, രംഗപൂജ, തിരുവാതിര, ദേശഭക്തിഗാനം, വനിതാ പൂരക്കളി, പുരുഷ വനിതാ കൈകൊട്ടിക്കളിയും ഏകതാ സമ്മേളനത്തിന് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയും ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. UDFിൽ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നതാണ് സംശയമെന്ന് K സുരേന്ദ്രൻ. UDFിനകത്ത് സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കത്തിലാണെന്നും സുരേന്ദ്രൻ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഇഫ്താർ സംഗമവും പുരസ്കാര വിതരണവും സമാദരം 2026 ശ്രദ്ധേയമായി. H ദിനേശൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിവിലയ്ക്ക് കടിഞ്ഞാണിടാൻ കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഇനി കാസർഗോട്ടും. ജില്ലയിലെ ആദ്യ ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു.
അതിരൂക്ഷമായ പൊടിപടലങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹം. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ ഹിദായത്ത് നഗറിൽ ജനകീയ സമരസംഗമം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ മണ്ഡലം കൺവെൻഷനും കർഷക സംഗമവും നടന്നു. കിസാൻ സഭ സംസ്ഥാന ട്രഷറർ CP ഷൈജൻ ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമം. ചീമേനിയിൽ അഗ്നിരക്ഷാ നിലയം പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.